Hi all, welcome to another lecture of Engineering Thermodynamics, and in this class we will be discussing one or two problems from the topic available energy. So here is our first question. Show that there is a decrease in available energy when heat is transferred through a finite temperature difference. ഈ ഒരു ചോദ്യം നോർമലി ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ പോലെ തോന്നും, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ പ്രൂഫ്. നമ്മളൊരു പ്രൂഫ് കാണിക്കുകയാണ് വേണ്ടത്. അതായത് എന്താ പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ സേ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 കെൽവിനിൽ നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അത് 500 കെൽവിനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ, അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഒരു ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതുവഴി ഉണ്ടാവുന്ന അവൈലബിൾ എനർജിയിൽ ഡിക്രീസ് ഉണ്ട് എന്ന് കാണിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 1000 ഒരു ജൂൾസ് ഹീറ്റ് എനർജി അല്ലെങ്കിൽ 1000 കെൽവിനിൽ ഒരു ക്യൂ എമൗണ്ട് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അവൈലബിൾ എനർജി ഉണ്ടാവും. അത് 1000 കെൽവിനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം അതൊരു 500 കെൽവിനിലാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ, സെയിം എമൗണ്ട് ഹീറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന എനർജി, ദാറ്റ് ഈസ് അവൈലബിൾ എനർജി, മാക്സിമം വർക്ക് കിട്ടുന്നത് അതിൽ ഡിക്രീസ് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഇതിൽ പ്രൂഫ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് പലപ്പോഴായിട്ട് ഒരു പ്രൂഫിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു പ്രൂഫ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ പ്രൂഫിലേക്ക് പോവുകയാണ്. സോ നമ്മൾ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു എൻജിന് അസ്യൂം ചെയ്യും. സോ ലെറ്റ് us കൺസിഡർ എ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ. ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിനെ ഞാൻ അസ്യൂം ചെയ്യാൻ പോവാം. ആൻഡ് ഐ എം ഡ്രോയിങ് ദി TS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണ് ഫോർ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ. സോ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ വർക്കിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് സേ T1 ആൻഡ് ബിറ്റ്വീൻ T0. അതായത് ഇതിൻ്റെ സോഴ്സ് T1 ടെമ്പറേച്ചറിലാണ് ഇതിൻ്റെ സോഴ്സ് എന്നും T0 ഇതിൻ്റെ സിങ്ക് എന്നും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് എൻജിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഹെൻസ് ഐ വിൽ ഗെറ്റ് ഒരു റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാർനോട്ട് എൻജിൻ്റെ TS ഡയഗ്രാം തന്നെയാണ് വരിക. ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഒരു ചെരിവുണ്ട്. ഓൾ ദീസ് ലൈൻസ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻസ്. സോ T1 ടെമ്പറേച്ചറിലാണ് എന്ത് ഹീറ്റ് ഇന്ന് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് Q1. T0 എന്ത് ചെയ്യുന്നത്, Q2 ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യുന്നത്. നമുക്കൊരു വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും, സേ വർക്ക് എക്സ്പാൻഷൻ എന്നുള്ള അർത്ഥത്തിൽ E എന്ന് കൊടുക്കാം. പിന്നെ ചിലപ്പോൾ സിസ്റ്റത്തിൽ ഒരു വർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും ഇന്നായിട്ട്, ലെറ്റ് ഇറ്റ് ബി വർക്ക് കംപ്രഷൻ. ഇറ്റ് ക്യാൻ ബി ഓർ കനോട്ട് ബി പ്രസൻറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇതാണ് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ്റെ TS ഡയഗ്രാം. ഇപ്പോൾ T1 ആണ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നത്, T0 Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം, ഐ നോ ദാറ്റ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു Q/T എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് റിവേഴ്സിബിൾ കേസ് ആകുമ്പോൾ. അപ്പം ഞാൻ Q1 വാല്യൂ എന്താ, ഈ ഇക്വേഷൻ പ്രകാരം Q1 വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം T1 ഇൻറ്റു ഡെൽറ്റ എസ്. ഈ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഏരിയ ആണ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ എൻട്രോപ്പി. എസ് ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ S2 - S1 എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ എന്ത് ചെയ്യാം, എനിക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് Q1 ഈസ് T1 ഡെൽറ്റ എസ്. ഇനി അതേപോലെ ഞാൻ Q2 കാണുകയാണെങ്കിലോ, Q2 ടെമ്പറേച്ചർ ഏതാ, T0 ആണ് അല്ലേ. ഇവിടെ T1 ആണ്, ഇവിടെ T0 ആണ്. സോ ദാറ്റ് വിൽ ബിക്കം T0 ഇൻറ്റു ഡെൽറ്റ എസ്. സോ എനിക്ക് Q1 കിട്ടി, Q2 കിട്ടി. സോ എനിക്ക് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഡിഫറൻസ് ആണ്. Q1 നിന്ന് Q2 പോയി കഴിഞ്ഞ് ബാക്കിയുള്ള ഔട്ട്പുട്ട്. സോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Q1 മൈനസ് Q2, or that can be written as this minus this one, you will get T1 minus T0 into ഡെൽറ്റ എസ്. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ആയിട്ട് എനിക്ക് കിട്ടിയത്. സോ ഈ വർക്ക് ഡൺ ആണ് അതിനുള്ള, ഈ വർക്കിലാണ് അതിൻ്റെ അവൈലബിൾ എനർജി, അൺഅവൈലബിൾ എനർജി വാല്യൂ ഒക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ ആക്ച്വൽ വർക്ക് ഡൺ നമുക്ക്
കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഞാൻ കൊണ്ടുവരണം. ഇപ്പം ഞാൻ T1 നിന്ന് T0 ഹീറ്റ് ട്രാൻസ്ഫർ സോഴ്സും സിങ്കും T1 T0 ആക്കി. ഇനി ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുത്തണമല്ലോ, എന്നാലല്ലേ നമുക്ക് പ്രൂഫ് കാണിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സെയിം Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുകയാണ് അറ്റ് എ ടെമ്പറേച്ചർ ലെസ് ദാൻ, ഐ എം ഇറേസിങ് ദിസ് ഓഫ് സോ ദാറ്റ് ഐ ക്യാൻ ഡ്രോ ഇറ്റ് ക്ലിയർലി, such that the temperature is at some different value, let it be T1 dash. അപ്പോൾ ഞാൻ T1 dash എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വിച്ച് ഈസ് ലെസ് ദാൻ T1. ഓക്കെ, കാരണം ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ. സോ ലെറ്റ് ദിസ് ടെമ്പറേച്ചർ ബി T1 dash. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഈ T1 dash എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടുത്തെ ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്തത്. ആദ്യം T1 പക്ഷെ അതിലേറെ വാല്യൂ കുറഞ്ഞിട്ടുള്ള മറ്റൊരു ടെമ്പറേച്ചർ ലെറ്റ് ഇറ്റ് ബി T1 dash ഞാൻ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. സോ ലെറ്റ് മീ എക്സ്റ്റെൻഡ് ദിസ് എക്സ് ആക്സിസ് സോ ദാറ്റ് നമുക്ക് ചിലപ്പോൾ ഇവിടെ ഡയഗ്രാം കാണിക്കേണ്ടി വരും. സോ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് അപ്പോൾ T0 എന്ന് പറയുന്നത് എന്താ, ഇത് തന്നെയാണ് T0. പക്ഷെ T0 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഇവിടെ ഐ വിൽ ജസ്റ്റ് സേ ടു യു, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ പുതിയ ഒരു നമ്മൾ സെക്ഷൻ എടുത്തു, അതായത് T1 dash എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു. അപ്പോൾ Q എമൗണ്ട് ഹീറ്റ് തന്നെയാണ് അവിടെയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അല്ലേ. സോ ആ പുതിയ കേസിൽ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം T1 dash ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ്. കാരണം എന്താ, അപ്പോൾ അവിടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. ഇതേ ഡെൽറ്റ എസിലാവില്ല എന്ത് എൻട്രോപ്പി ചേഞ്ച്, ലോവർ ടെമ്പറേച്ചർ ആക്കുമ്പോൾ പുതിയ എന്തായിരിക്കും, ഡെൽറ്റ എസ് ആയിരിക്കും വരിക. T1 dash ഡെൽറ്റ എസ് ഡാഷ്, ദിസ് വിൽ ബി ഈക്വൽ ടു വിച്ച് വാല്യൂ, Q1 വാല്യൂക്ക് ഈക്വൽ ആയിരിക്കും. ഏതാ Q1, ദാറ്റ് ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു ഡെൽറ്റ എസ്. കാരണം സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഈ പുതിയ ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നേരത്തെ നമ്മൾ ഡെൽറ്റ എസ് എന്ന് കണ്ടിരുന്നത്. അപ്പോൾ ഇനി പുതിയ ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറയുമ്പോൾ സേ ഇറ്റ് വിൽ ബി സം ന്യൂ വാല്യൂ, സേ ഓവർ ഹിയർ. ഞാൻ ഈ ഡബ്ല്യൂയും വായിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഡെൽറ്റ എസ് കിട്ടുന്നു. ആൻഡ് നൗ ദിസ് ഇവിടെ നിന്ന് വരുന്ന ഇത്രയും പാർട്ടാണ് എന്ത്, പുതിയ ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞ കണ്ടീഷൻ. ക്ലിയർ? അപ്പം നേരത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. ഇപ്പോൾ ഉള്ളത് ഏതാ, ഇതാണ്, ഡ്യൂ ടു ദാറ്റ് ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ലൈനായിട്ട് തന്നെ കാണിക്കാം, കാരണം ഇവിടെ ഇങ്ക് മാറിയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ T1 dash ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ് ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു ഡെൽറ്റ എസ്. ഇനി നമുക്കറിയാം നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എങ്ങനെയായിരുന്നു, T1 വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ T1 dash എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇഫ് T1 ഈസ് ഗ്രേറ്റർ ദാൻ T1 dash, അപ്പോൾ ഇത് സമമാവണമെങ്കിൽ എന്താവണം, ദാറ്റ് ഇംപ്ലൈസ് ഡെൽറ്റ എസ് ഡാഷ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എസ്. എന്നാലേ ഇത് ഈക്വൽ ആവാൻ പറ്റൂ. കാരണം ഇത് വലിയ വാല്യൂ ആണ് കമ്പയർഡ് ടു ദിസ് വൺ. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവണമെങ്കിൽ ഇത് വലിയ വാല്യൂ ആവണം കമ്പയർഡ് ടു ദിസ് വൺ. അതുകൊണ്ടാണ് ഞാൻ ഡെൽറ്റ എസ് ഡാഷ് ഡെൽറ്റ എസിനെക്കാട്ടിലും വലിപ്പം കൂട്ടി വരച്ചത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം ഇങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ഫ്രം ദിസ് ഐ ഗോട്ട് ദാറ്റ് ഡെൽറ്റ എസ് ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എസ്. സോ പുതിയ കേസിൽ Q2 എന്ന് പറയുന്നത് എന്തായിരിക്കും, പുതിയ കേസിൽ Q2 എന്ന് പറഞ്ഞാൽ T0 ഇൻറ്റു ഏതാ ഡെൽറ്റ എസ്, ഇതാണ് അല്ലേ, വിച്ച് ഈസ് ഡെൽറ്റ എസ് ഡാഷ്. അപ്പോൾ ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ Q2യുടെ വാല്യൂ എനിക്ക് കിട്ടുന്നത് T0 ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ് എന്നാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, Q1 വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ Q2 സെയിം വാല്യൂ ആവണമെന്നില്ല. Q1 നമ്മൾ കോൺസ്റ്റൻ്റ് ആയി എടുക്കാനുള്ള കാരണം എന്നാൽ മാത്രമേ എനിക്ക് കമ്പാരിസൺ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. ഇവിടുത്തെ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴേ
നമുക്ക് ആ കമ്പാരിസൺ പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ T0 ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറയുന്നത് പുതിയ വാല്യൂ ആണ്. നേരത്തെ നമുക്ക് T0 ഇൻറ്റു ഡെൽറ്റ എസ് ആയിരുന്നു Q2 കിട്ടി. അപ്പോൾ ഇത് Q2 എന്ന് പറയാൻ പറ്റില്ല, ഇത് Q2 ഡാഷ്. അതായത് ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് നടത്തി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു പുതിയൊരു ഹീറ്റ് വിച്ച് ഈസ് ബീങ് റിജക്റ്റഡ് ആണ് Q2 ഡാഷ്. ഇനി നമുക്ക് Q2 ഡാഷും Q2 കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് Q2 ഡാഷ് ആൻഡ് Q2. അപ്പോൾ ഇത് രണ്ടും നോക്കുക. Q2ൽ T0 ഉണ്ട്, Q2 ഡാഷിലും T0 ഉണ്ട്. Q2ൽ പിന്നുള്ളത് ഡെൽറ്റ എസ് ആണ്, ഇവിടെ ഡെൽറ്റ എസ് ഡാഷ് ആണ്. ഏതാണ് വലുത്? വലുത് ഡെൽറ്റ എസ് ഡാഷ് ആണ്. സോ ഒബ്വിയസ്ലി Q2 ഡാഷ് ആയിരിക്കോ വലുത്, Q2 ആയിരിക്കോ വലുത്? ഒബ്വിയസ്ലി Q2 ഡാഷ് ആയിരിക്കും എനിക്ക് വലുതായിട്ട് കിട്ടുക. കാരണം എന്താ? T0 is same, whereas delta S dash is greater than delta S. So Q2 dash will be greater than Q2. So Q2 dash is greater than Q2. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തല്ലോ, ഇപ്പോൾ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ആ സൈക്കിളിൻ്റെ, അതായത് ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് നടത്തിയിട്ടുള്ള ആ സൈക്കിളിൻ്റെ വർക്ക് ഡൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വർക്ക് ഡൺ, അതിൻ്റെ വർക്ക് ഡൺ കാണിക്കാൻ എല്ലാം നമ്മൾ ഡാഷിൽ തന്നെ കാണിക്കാം. സേ W ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Q1 എമൗണ്ട് ഹീറ്റ് തന്നെയാണ് വരുന്നത്, നമ്മൾ അങ്ങനെ തന്നെയാണ് അസ്യൂം ചെയ്ത്. Q1 മൈനസ് ഹിയർ ഇറ്റ് വിൽ ബി Q2 ഡാഷ് അല്ലേ. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് Q1 മൈനസ് Q2 ഡാഷ്. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഫസ്റ്റ് കേസിലുള്ള വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കേസിലുള്ള വർക്കിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഈസ് W ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q2. Q1 മൈനസ് Q2. സോ വേണമെങ്കിൽ എനിക്കിതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് T1 ഡാഷ് ഡെൽറ്റ Q1 ഡാഷ് മൈനസ് Q2 ഡാഷ് ആണ് പറഞ്ഞിട്ടുള്ളത്. Q1 വേണമെങ്കിൽ നമുക്ക് ഓക്കെ T1 ഡാഷ് ഡെൽറ്റ എസ് ഡാഷ് മൈനസ് Q2 ഡാഷ് എന്ന് പറയുന്നത് Q2 വിൽ ബിക്കം ഡാഷ് എന്നായതുകൊണ്ട് T0 ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ്, T0 ഇൻറ്റു ഡെൽറ്റ എസ് ഡാഷ് എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ആൻഡ് അതുപോലെ Q1 മൈനസ് Q2 എങ്ങനെ എഴുതാം? Q1 എന്ന് പറഞ്ഞാൽ T1 ഇൻറ്റു ഡെൽറ്റ എസ് മൈനസ് T0 ഇൻറ്റു ഡെൽറ്റ എസ് അല്ലേ. ഇനി ഞാൻ ഇവിടെ ഒരു കമ്പാരിസൺ നടത്താൻ പോവാണ്. W ഡാഷ് ആൻഡ് W, ഇതിലേതാണ് ഏത് വാല്യൂ ആയിരിക്കും വലുത് എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. W ഡാഷ് ആണോ അതല്ല W ആണോ? അപ്പോൾ ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് തൽക്കാലം കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നോക്കാം. W ഡാഷ് എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ഡാഷ് ആണ്. വെറും ആദ്യത്തെ കേസിലുള്ള, അതായത് ഹയർ T1ലുള്ള ടെമ്പറേച്ചറിലെ W വർക്ക് എന്ന് പറഞ്ഞാൽ Q1ൽ നിന്ന് Q2 ആണ് കുറക്കേണ്ടത്. അപ്പോൾ രണ്ടും കുറക്കുന്നത് Q1ൽ നിന്നാണ്, അത് രണ്ടും സെയിം ആണ്. ഇതിന്ന് Q2 ഡാഷ് കുറക്കും, ഇവിടെ Q2 കുറക്കും. ഏതാണ് വലുത്? നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഏതാ? Q2 dash ആണ് greater than Q2. So Q2 dash is greater means Q2 value വലുത്, Q2 dash value വലുത്, Q2 കുറവ്. Which implies that this is greater than W dash, means W is greater than W dash എന്ന് നമുക്ക് കിട്ടും. So finally I have got W dash is less than W. അതായത് T1 ടെമ്പറേച്ചറിൽ കൊടുത്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ വർക്ക് ഡൺ ആയിരുന്നു ഗ്രേറ്റർ ദാൻ T1 ഡാഷിൽ കൊടുക്കുന്ന വർക്ക്. അതായത് W ഡാഷ് ആണ് T1 ഡാഷിലാകുമ്പോൾ കിട്ടുന്ന വർക്ക് ഡൺ. അതെന്ന് പറയുന്നത് T1ൽ കൊടുത്ത വർക്ക് ഡൺ ആയ Wനെക്കാട്ടിലും കുറവാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എവിടെയാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ വർക്ക് കിട്ടുന്നത്? ഹയർ ടെമ്പറേച്ചറിലാണ് കിട്ടുന്നത് എന്ന് നമ്മൾ തെളിയിച്ചു. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ക്ലിയർ? ഇനി ആ വാല്യൂ എത്രയാണ്, അതെന്താണ്, ആ വാല്യൂ ഏതാണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയണമെങ്കിൽ, അതായത് വലിയ വാല്യൂ W ആണ്. സോ വലിയ വാല്യൂ W ആണ്. അപ്പോൾ ആ Wയിൽ നിന്ന് ഐ ആം ഇറേസിങ് W ഡാഷ്. Wയിൽ നിന്ന് ഞാൻ W ഡാഷ് കുറക്കുകയാണെങ്കിൽ, W എന്ന് പറഞ്ഞത് എന്തായിരുന്നു? Wയിൽ നിന്ന് W ഡാഷ് കുറക്കുമ്പോൾ ഈ ഇക്വേഷൻ നേരെ ഇട്ടാൽ മതി. W എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് Q1 മൈനസ് Q2. ഈ ഇക്വേഷൻ Q1 മൈനസ് Q2, ഓക്കെ, മൈനസ് ഓഫ്
Q1 minus Q2 dash minus Q1 minus Q2 dash. Q1 minus Q1 അതിൽ cancel ആയി പോവും. Minus Q2 dash minus of minus Q2 dash means I get Q2 dash minus Q2. Q2 dash minus Q2. ഇനി Q2 dash എന്ന് പറയുന്ന വാല്യൂ ഏതാ? T0 into delta. അതും കൂടെ എഴുതാം. Q2 dash എന്ന് പറയുന്നത് T0 into delta S dash minus Q2 എന്ന് പറയുന്നത് T0 into delta S. That is T0 into delta S. So ഞാൻ കോമൺ ആയിട്ടുള്ള T0നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ I will get T0 into delta S dash minus delta S. This is the decrease in available energy. Available എനർജിയിലുള്ള ഡിക്രീസ് എന്നാണ്. അതായത് ഒറിജിനലി നമുക്ക് W ആണ്, അതിൽ നിന്ന് ഇതിന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ചേഞ്ച് ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമ്മൾ നോക്കാതെ എവിടെയാണ് വരുന്നത്? T0 ആണ് പറയുന്നത്. സോ ഇതിന് ചാരിയിട്ടാണ്, ഈ ലൈന് ചാരിയിട്ടാണ് നമുക്ക് ഇത് വരുന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്? ഡെൽറ്റ എസിൽ നിന്ന് ഡെൽറ്റ എസ് ഡാഷിൽ നിന്ന് ഡെൽറ്റ എസ് കുറക്കുക. ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൽ നിന്ന് ഡെൽറ്റ എസ് കുറക്കുക. അപ്പോൾ ഇത്രയും പാർട്ടിൽ ഈ പാർട്ട് കുറച്ചാൽ ഈ ഏരിയ ആണ് അവർ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഈ ഏരിയ വെക്കുന്നു ഇൻറ്റു T0. അപ്പോൾ അതായത് യു ക്യാൻ സീ ദാറ്റ് ഈ ഏരിയനെയാണ് അവർ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഈ ഏരിയ ആണ് ദ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവൈലബിൾ എനർജിയിലെ ഡിക്രിമെൻ്റ് ആണ് ഇത്. ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജിയിലുള്ള ഡിക്രീസ് ആണ് ഇത്. അല്ലെങ്കിൽ ഇതിനെ തന്നെ തിരിച്ച് പറയാം. എന്താ? ഇൻക്രീസ് ഇൻ അൺഅവൈലബിൾ എനർജി. അവൈലബിൾ അല്ലാത്ത എനർജിയിലുള്ള ഇൻക്രിമെൻ്റ് ആണ് ഇത്. രണ്ടും സെയിം മീനിങ് ആണ്, കൺഫ്യൂസ്ഡ് ആവരുത്. അവൈലബിൾ എനർജി, നമുക്ക് ഉപയോഗപ്പെടുന്ന എനർജിയിലെ ഡിക്രിമെൻ്റ് കുറവാണിത്. മറ്റേതോ ഉപയോഗിക്കപ്പെടാൻ കഴിയാത്ത എനർജി ഉണ്ടല്ലോ, അത് എത്രത്തോളം കൂടി എന്നതും കൂടിയാണ് ഇതേ സെയിം വാല്യൂ. അപ്പോൾ ഇത് ആണ് നമ്മുടെ പ്രൂഫ്. ചിലപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി, ഇൻക്രീസ് ഇൻ അൺഅവൈലബിൾ എനർജി ഈസ് T0 into delta S dash minus delta S. കാരണം ചില ചോദ്യങ്ങൾ സപ്പാർട്ടായിട്ട് ഇത് ചോദിക്കും. അപ്പം നിങ്ങൾ എടുത്തിട്ട് ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. ഒരു ക്വസ്റ്റ്യനിൽ വെറും അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷനും കൂടെ കാണിക്കുക. കാരണം വലിയ മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത്രയും വലുതാക്കിയിട്ട് നിങ്ങൾ കാണിക്കണം. ഈ ഡെൽറ്റ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ലോവർ ടെമ്പറേച്ചറിലുള്ളതിൻ്റെ എൻട്രോപ്പിയാണ്. ഡെൽറ്റ എസ് എന്ന് പറയുന്നതോ ഹയർ ലെവലിലുള്ള ടെമ്പറേച്ചർ കൂടെ പോയപ്പോഴുള്ള എൻട്രോപ്പി ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇനി ഡെൽറ്റ എസിൻ്റെ വാല്യൂ ചോദിച്ചാൽ Q/T എന്നുള്ള വാല്യൂ ഒക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് ജസ്റ്റ് എ ഡെറിവേഷൻ ആൻഡ് ദിസ് വാസ് എ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഓൾസോ ഇൻ മെനി യൂണിവേഴ്സിറ്റീസ്. സോ ഈ ഒരു ഡെറിവേഷൻ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് വി വിൽ ഗോ ഓൺ ടു വൺ മോർ പ്രോബ്ലം ആൻഡ് വി വിൽ വൈൻഡ് അപ്പ്. So here is our next question. A system at 600 Kelvin receives heat of 125 kilowatt from a source at 1200 Kelvin. The temperature of atmosphere is 300 Kelvin. Assuming that the temperatures of system and source are constant during heat transfer, calculate first one, the net change in entropy during heat transfer, and the second one, the decrease in available energy after heat transfer. Hope you have gone through the question and taken down the question. സോ നമുക്ക് തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം അതുണ്ടാക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ്. Temperature of the source. Temperature of the source is given. It is given as 1200 Kelvin. Okay. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 1200 കെൽവിൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം
സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 600 കെൽവിനാണ്. ഓക്കെ, അടുത്ത് തന്നിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് ഗിവൺ ആസ് 300 കെൽവിൻ. It is given as 300 Kelvin, and heat received by the system, heat received by the system, by the system, the value heat, it is Q, Q യുടെ value എന്ന് പറഞ്ഞാൽ it was given as 125 kilowatt. അപ്പോൾ ഇനി നമ്മളോട് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇങ്ങനൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായത് കാരണത്താലുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രൂഫ് കാണിച്ചു. ഒരു പ്രോബ്ലം കൂടെ അതിൽ കാണിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ദെൻ ദേ ഹാവ് ആസ്ക്ഡ് വാട്ട് ഈസ് ദി ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ വി വിൽ ഗോ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യം ചേഞ്ച് ഇൻ എൻട്രോപ്പി ചേഞ്ച്, അതായത് നെറ്റ് എൻട്രോപ്പി ചേഞ്ച് എന്താണ്? നെറ്റ് എൻട്രോപ്പി ചേഞ്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിലെ ഡെൽറ്റ എസ് ഡാഷ് മൈനസ് ഡെൽറ്റ എസ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ നെറ്റ് വാല്യൂ എത്രയെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിക്കുക. സോ ദാറ്റ് കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു TS ഡയഗ്രാം വരക്കുന്നു. TS ഡയഗ്രാം. ആൻഡ് 1200 കെൽവിനാണ് ഫസ്റ്റ് വൺ, ഏറ്റവും ഹയർ ലെവലിലുള്ള സോഴ്സ് എന്ന് പറഞ്ഞത് 1200 കെൽവിനാണ്. ഓക്കെ, ആൻഡ് അടുത്തത് T2, ഇത് T1 എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഒരു T2, അതായത് 600 കെൽവിൻ. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 600 കെൽവിനിലാണ്. സോ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാവും, ബിക്കോസ് വി ഹാവ് സീൻ ഇറ്റ്, എങ്ങനെയാണത് ഡെൽറ്റ എസ് ഡാഷ് ആവുന്നത്. ആൻഡ് പിന്നെ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ T0 ആണ്. അപ്പോൾ T0 എന്ന് പറയുമ്പോൾ ഈ ഒരു അതിലും താഴെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ ഇതിൽ ഇത്രയും പാർട്ടാണ് ഡെൽറ്റ എസ് ഓഫ് ദി സോഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ്. ഇതാണ് T1 ആണല്ലോ സോഴ്സ്. ഇവിടുന്ന് വരുന്ന ഇത്രയും പാർട്ടോ, ഈ ഒരു പാർട്ടാണ് ഡെൽറ്റ എസ് ഓഫ് സോഴ്സ്. ഇതാണ് സിസ്റ്റം, T2 ആണ് സിസ്റ്റം. അപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം ആണ്. ഓക്കെ, തെറ്റരുത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സോഴ്സ്, ഇത്രയും ഡെൽറ്റ എസ് ദാറ്റ് ഈസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം, അല്ലേ? അപ്പം നമുക്ക് ഡെൽറ്റ എസ് നെറ്റ് കാണുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ എസ് നെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെൽറ്റ എസ് ഡാഷ് ഇതായിരുന്നു, ഡെൽറ്റ എസ് ഇതായിരുന്നു. സോ ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഡെൽറ്റ എസ് നെറ്റ്. ഡെൽറ്റ എസ് നെറ്റ് എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു പാർട്ടാണ് ഡെൽറ്റ എസ് നെറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ കാണാം. ഫസ്റ്റ് വൺ, ഡെൽറ്റ എസ് ഓഫ് സോഴ്സ്. സോഴ്സിൻ്റെ ഡെൽറ്റ എസ് വാല്യൂ, ഡെൽറ്റ എസ് ഓഫ് സോഴ്സ്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത് ഏതാ? T1 ടെമ്പറേച്ചർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് Q/T. അപ്പോൾ ഇവിടെ T എന്ന് പറഞ്ഞാൽ T1 ആണ്. മാത്രമല്ല സോഴ്സിൽ നിന്ന് ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് -Q1, അല്ലേ? സോ ഇറ്റ് ഈസ് -Q1. ആൻഡ് നമുക്ക് വാല്യൂ നോക്കാം. -Q/T1. ഇതിൽ T1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1200 ആണ്. Q എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ആക്ച്വലി 125. ഈ 125 ആണ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് 125 ആണ്. അത് കൊടുക്കപ്പെടുന്നത് സോഴ്സിൽ നിന്നാണ്. സോ ദാറ്റ്സ് വൈ മൈനസ് സൈൻ. സോ -125 ഡിവൈഡഡ് ബൈ 1200 കെൽവിൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് 125 by 1200 ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂ വിൽ ബി -0.1042.
മൈനസ് ഓഫ് 0.1042. എൻട്രോപ്പിയാണ് ഡെൽറ്റ എസ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് പെർ കെൽവിൻ എന്നോ അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ സെക്കൻഡ് കെൽവിൻ എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സോ ഐ ഹാവ് ഗോട്ട് ദി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സോഴ്സ്. ഇനി ഞാൻ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സോഴ്സ് കണ്ടു. ഇനി ഞാൻ കാണാൻ പോകുന്നത് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണാൻ പോകുന്നത് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ്. സോ നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഡെൽറ്റ എസ് ഓഫ് ദി സിസ്റ്റം. Delta S of the system, that is again Q by T. പക്ഷെ സിസ്റ്റം ആയതുകൊണ്ട് the temperature will be T2 അല്ലേ. So that is T2. മാത്രമല്ല സിസ്റ്റം ഹീറ്റ് it is getting into the system, so the sign will be positive. So Q എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ തന്നെ 125 കിലോ വാട്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നേരത്തെ യൂണിറ്റും കിലോ വാട്ടിൽ എഴുതിയിട്ടുള്ളത്. സോ 125 വാട്ട് എന്ന് പറയുമ്പോൾ ജൂൾസ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 125 ഡിവൈഡ് ബൈ T2. T2 എന്ന് പറയുന്നത് ഇവിടുത്തെ T2 എന്ന് പറയുന്നത് ദിസ് ഈസ് 600 അല്ലേ. സോ ദാറ്റ് ഈസ് 600. സോ 125 by 600 if you are doing, you can see that the value will become 0.2083 kilowatt per Kelvin. So this is the delta S of the system. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ചേഞ്ചും കിട്ടി, സോഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ചും കിട്ടി. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ദി ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി? ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സോഴ്സിൻ്റെയും സിസ്റ്റത്തിൻ്റെയും എൻട്രോപ്പിയുടെ സം ആയിരിക്കും ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് അല്ലേ. സോ -0.1042 പ്ലസ് 0.2083 എന്നായിരിക്കും. ഡെൽറ്റ എസ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഴ്സിൻ്റെ ഡെൽറ്റ എസ് ഓഫ് സോഴ്സ് ആണ് ഇത്. ഓക്കെ, ദാറ്റ് പ്ലസ് ഡെൽറ്റ എസ് ഓഫ് ദി സിസ്റ്റം. ടോട്ടൽ രണ്ടിൻ്റെ എൻട്രോപ്പി ചേഞ്ചും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ദ വാല്യൂ വിൽ ബി 0.1042 kilowatt. So finally I have got what is the total entropy, net entropy എന്താണ്, അഥവാ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണെന്നുള്ളത് എനിക്ക് കിട്ടി. ദ വാല്യൂ ഈസ് 0.1042 അപ്രോക്സിമേറ്റ്ലി 0.1042 കിലോവാട്ട് പെർ കെൽവിൻ എന്നാണ് കാണുന്നത്. ഇനി അടുത്തത് ഞാൻ കാണുന്നത് ടു ഫൈൻഡ് ദ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി. ഡിക്രിമെന്റ് ഇൻ അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഏരിയ ആണ് ഡിക്രിമെന്റ് ഇൻ അവൈലബിൾ എനർജി. അപ്പോൾ എനിക്ക് നേരെ വേണമെങ്കിൽ ഇക്വേഷൻ ഇടാം. അതെന്തായിരുന്നു? T0 ഇൻറ്റു ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് നെറ്റ് എന്താണ്? T0 എന്തായിരുന്നു? അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരുന്നത് 300 കെൽവിൻ ആയിരുന്നു. 300 ഇൻറ്റു ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റ് ഇൻ അൺഅവൈലബിൾ എനർജി അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി എന്നാണ് നമുക്ക് കിട്ടുക. അതല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇപ്പൊ ഞാൻ ആദ്യം സോഴ്സിന്റെ അവൈലബിൾ എനർജി എത്രയെന്ന് കാണുന്നു, പിന്നെ സിസ്റ്റത്തിന്റെ അവൈലബിൾ എനർജി എത്രയെന്ന് കാണുന്നു. അപ്പോൾ സിസ്റ്റത്തിന്റെ അവൈലബിൾ എനർജി സോഴ്സിനെ കമ്പയർ ചെയ്തിട്ട് കുറവായിരിക്കും. അപ്പോൾ അതിന്റെ രണ്ടും ഡിഫറൻസ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം അവൈലബിൾ എനർജി വിത്ത് സോഴ്സിന്റെ അവൈലബിൾ എനർജി എന്താണെന്നുള്ളത് ഞാൻ കാണുകയാണ്. സോ നമുക്കറിയാം അവൈലബിൾ എനർജി ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ആണ് നമ്മൾ അവൈലബിൾ എനർജി. ദാറ്റ് ഈസ് T1 minus T0 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് ദി സോഴ്സ്. T1 എന്ന് പറഞ്ഞാൽ 1200 മൈനസ് T0 എന്ന് പറഞ്ഞാൽ 300 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് സോഴ്സ് ഈസ് മൈനസ് 0.1042 അല്ലേ. ദാറ്റ് ഈസ് 0.1042. അപ്പോൾ ഇവിടെ നമ്മൾ ആ മൈനസ് സൈൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം നമ്മളിവിടെ
വാല്യൂ ആണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്, ന്യൂമറിക്കൽ വാല്യൂ ആണ് കിട്ടേണ്ടത്, ടോട്ടൽ അവൈലബിൾ എനർജി. സോ ആ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള മീനിങ്ങിലാണ് ആ നെഗറ്റീവ് സൈൻ, അഥവാ എൻട്രോപ്പി കുറയുന്നു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ ഞാൻ അതിൻ്റെ പോസിറ്റീവ് പാർട്ടാണ് എടുത്തത്. സോ 1200 മൈനസ് 300 ഐ വിൽ ഗിവ് 900 ഇൻറ്റു 10.1042. അപ്പോൾ 10.42 ഇൻറ്റു 9 വരും. സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ യു ഗെറ്റ് ഇറ്റ് ആസ് 93.78 കിലോവാട്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാൽക്കുലേറ്റർ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. കാരണം നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് കാൽക്കുലേഷനോ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് പേപ്പറിൻ്റെ സൈഡിൽ 0.1042 ഇൻറ്റു 9 എന്നൊന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് സമയം കളയരുത്, അത് വേഗം ചെയ്യാം. സോ എനിക്ക് സോഴ്സുമായി ബന്ധപ്പെട്ട അവൈലബിൾ എനർജി, അതായത് ഈ ടോട്ടൽ ഏരിയയിലുള്ള അവൈലബിൾ എനർജി എനിക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് എനിക്ക് സിസ്റ്റത്തിൻ്റെ അവൈലബിൾ എനർജി ഏതാണെന്നുള്ളത് കാണാം. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എൻ്റെ ഡിക്രിമെൻ്റ് എന്ന് പറയാം. സോ അവൈലബിൾ എനർജി ഓഫ് ദി സിസ്റ്റം, അവൈലബിൾ എനർജി ഓഫ് ദ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? T2 മൈനസ് T0, അതാണല്ലോ ആ സൈഡ് വരിക. T2 മൈനസ് T0 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം എടുക്കണം, സോഴ്സ് അല്ല, കാരണം സിസ്റ്റത്തിൻ്റെയാണ് കാണുന്നത്. സോ T2 എന്ന് പറഞ്ഞാൽ 600 ആയിരുന്നു, T0 എന്ന് പറഞ്ഞാൽ 300 ആണ്. സോ 600 മൈനസ് 300 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് ദ സിസ്റ്റം വാസ് 0.2083 ഇൻറ്റു 0.2083. So once you are doing this value in the calculator, you will get the value as 62.49 ഇത്രയും അവൈലബിൾ എനർജി ആണ്. സോ ദാറ്റ് മച്ച് കിലോവാട്ട്, 62.49 കിലോവാട്ട് കിട്ടി. അപ്പോൾ സോഴ്സിൻ്റെ അവൈലബിൾ എനർജി ഇതാണ്, സിസ്റ്റത്തിൻ്റെ അവൈലബിൾ എനർജി ഇതായിരുന്നു. അപ്പോൾ സോഴ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് പോയപ്പോഴേക്ക് 93.78 ഉണ്ടായിരുന്ന വാല്യൂ അത് കുറഞ്ഞിട്ട് 62.49, അതായത് ടെമ്പറേച്ചർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് വന്നപ്പോഴേക്ക് അവൈലബിൾ എനർജിയിൽ കുറവ് വന്നു. ആ കുറവ് എത്രയാ? ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ? സോ അതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തായി? ആൻസറായി. സോ ഞാൻ അതിൻ്റെ കാണാൻ പോകണം. വാട്ട് ഈസ് ദി ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി? സോ ദാറ്റ് ഈസ് അവൈലബിൾ എനർജി ഫ്രം ദ സോഴ്സ് മൈനസ് അവൈലബിൾ എനർജി ഫ്രം ദ സിസ്റ്റം. സോ അത് എത്രയായിരിക്കും? 93.78 ആയിരുന്നു സോഴ്സിൻ്റെത്, മൈനസ് സിസ്റ്റത്തിൻ്റെത് 62.49 ആയിരുന്നു. കിലോ വാട്ടാണ് ഇത് രണ്ടും. സോ അതിന് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ഈസ് 31.3 കിലോ വാട്ട്. ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്തത്? ഇത്രയും എമൗണ്ട് അവൈലബിൾ എനർജിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഹൈ ഒരു 1200 കെൽവിൻ സോഴ്സിൽ നിന്ന് ഞാനത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്രയും വാല്യൂ കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷെ T2ലാണ് ട്രാൻസ്ഫർ ചെയ്തപ്പോഴേക്ക് എനിക്ക് ഇത്ര എമൗണ്ട് കുറഞ്ഞു വന്നു. സോ എനിക്ക് പറയാം ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് ദി ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി, അവൈലബിൾ എനർജിയിലുള്ള കുറവ്, ഓർ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ഇൻക്രീസ് ഇൻ ദി അൺഅവൈലബിൾ എനർജി. അൺഅവൈലബിൾ എനർജി എന്താണോ അതിൻ്റെ ഡിക്രിമെൻ്റ് ആണ് ഈ കാണുന്ന വാല്യൂ എന്നും വേണമെങ്കിൽ എനിക്ക് പറയാം. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയ ആണ് ആ ഡെൽറ്റ എസ് നോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ എസ് നെറ്റ് ഈ ഏരിയയിലുള്ളതാണ് അതിൻ്റെ ഇൻക്രീസ് ഇൻ അൺഅവൈലബിൾ എനർജി അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ അവൈലബിൾ എനർജി. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? T0 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് നെറ്റ് ചെയ്താലും മതി. സോ ഇതേ വാല്യൂ ഒറ്റയടിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ, ആ ഡിക്രിമെൻ്റ് എന്താണെന്ന് കിട്ടണമെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ആസ് T0 ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് നെറ്റ് അല്ലേ? നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ കണ്ടതാണ്. അപ്പോൾ T0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണ് അല്ലേ? ഡെൽറ്റ എസ് നെറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഐ തിങ്ക് ദ വാല്യൂ വാസ് സംതിങ് 0.1041 42 അങ്ങനെ എന്തോ ആയിരുന്നു. സംഭവം ലൈക്ക് ദിസ്, അതിനെയാണ് 0.1042. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ദാറ്റ് യു ഗെറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി നിയർ ടു 31.3. അപ്പോൾ ഡെസിമലിൽ ചിലപ്പോൾ ചെറിയ ചേഞ്ച് ഉണ്ടാവും, ബട്ട് ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ദിസ് പ്രോബ്ലം വിത്ത് റിലേറ്റഡ് ടു അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ എനർജി. ഇനി ഞാൻ ഇവിടെ ഈ പ്രോബ്ലമും ഈ മൊഡ്യൂളും ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവൈലബിൾ എനർജി അൺഅവൈലബിൾ എനർജിയുടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്.
എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, സൈക്ലിക്കിലെ പ്രോസസ്സ് ഉണ്ട്, റിവേഴ്സിബിളിലുള്ള മാക്സിമം വർക്ക് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാം. അത് കുറച്ചും കൂടെ ലെങ്തിയർ ആണ്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാനത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പുതിയ സിലബസ് പ്രകാരം അവൈലബിൾ എനർജി, അവൈലബിലിറ്റി, ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ലൈൻ മാത്രമേ ഉള്ളൂ. ഒരു ലൈനിൻ്റെ വലിപ്പം കൂടല്ല, രണ്ടോ മൂന്നോ ടോപ്പിക്കിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ കമ്പയർഡ് ടു പ്രീവിയസ് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ എനർജി, ഇപ്പം നമ്മളെടുത്ത ഇത്രയും ക്ലാസ്സിൻ്റെ പോർഷൻസ് കഴിഞ്ഞ സിലബസിൽ ഉള്ളതാണ്. ഇപ്രാവശ്യത്തെ സിലബസിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അവർ സിലബസ് തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ KT ആയതുകൊണ്ടും യൂണിവേഴ്സിറ്റിക്ക് അവൈലബിൾ എനർജി എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടായതുകൊണ്ടും അവർക്ക് വേണമെങ്കിൽ ആ കാര്യങ്ങളും ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ചോദിക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവൈലബിലിറ്റി ഇൻ എ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്, അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റമാണ് സ്ഥിരമായിട്ട് അവൈലബിലിറ്റി എന്ന് എപ്പോഴും വന്നിട്ടുള്ളൊരു ചോദ്യമെന്ന്. അതിൽ അവർക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിലബസിൽ ആ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോർഷൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും അവൈലബിൾ എനർജി, അവൈലബിലിറ്റി, ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഹയർ ലെവൽ ഓഫ് പ്രോബ്ലംസ് അവൈലബിൾ എനർജി എന്ന് ചോദിക്കാൻ സാധ്യതയല്ല, ചോദിക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ്. സോ ആസ് പെർ സിലബസ് നമ്മൾ അവൈലബിൾ എനർജി ആവശ്യത്തിലധികം നമ്മൾ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നുകൂടെ കോൺഫിഡൻസ് കിട്ടാൻ അവൈലബിൾ എനർജിയുടെ പ്രോബ്ലംസ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം, ഇൻ ഓപ്പൺ സിസ്റ്റം, ഇൻ സൈക്ലിക് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 ചോദ്യമെങ്കിലും നിങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂർ കൊടുക്കും. സോ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. യു ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് 1-2 പ്രോബ്ലംസ് വേണമെങ്കിൽ ഇഫ് ദർ സജഷൻസ് ഫ്രം യുവർ സൈഡ് നമുക്ക് അവൈലബിൾ എനർജിയുടെ ഓപ്പണും ക്ലോസ്ഡും സെക്ഷൻ്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ 3rd മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാണ്, which winds up with available energy, unavailable energy, and the last sentence was the 3rd